എല്ലാവർക്കും വെൽക്കം ടു അർപ്പി ലൈവ് ഗൈസ് എല്ലാവർക്കും വെൽക്കം കേട്ടോ. എല്ലാവർക്കും വെൽക്കം. ഒക്കെ റിവീൽ ആക്കാൻ എന്നാണോ അണ്ണ? ഗൈസ് അപ്പം കുറച്ച് അപ്ഡേറ്റ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഗ്യാങ്ങിനെ പറ്റിയിട്ടാണ്, വേറെ ഒന്നുമല്ല. ഗ്യാങ്ങിന്റെ ഇതിന് അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അപ്പൊ ഗൈസ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാരും പറഞ്ഞ പോലെ തന്നെ ഡയോസ് തിരിച്ചു വന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, ലൈക്ക് നമ്മളെ കൂട്ടത്തിലുള്ള കുറെ പുതിയതായിട്ട് എടുത്തവരും ഉള്ളവരും ഒക്കെ മൊത്തത്തില് ശോകമാണ്. നമ്മൾ ഈ ഡയോസ് നിർത്തണം എന്ന് പറഞ്ഞ ഡിസിഷൻ എടുത്തപ്പോൾ തന്നെ എല്ലാരും മൊത്തത്തില് ശോകമായിട്ട്, മനസ്സിലായി. കാരണം വെച്ചാൽ അവര് ആദ്യം ഞാൻ വിചാരിച്ചു ഒക്കെ അവര് വേറെ സെർവറിൽ കളിക്കട്ടെ അല്ലെങ്കിൽ വേറെ ഇതായിട്ട് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ബട്ട് അവരെല്ലാരും ഇരുന്ന് ലാസ്റ്റ് എന്നുവെച്ചാൽ എല്ലാരും ഓരോരോ വഴിക്ക് പോകുന്നു. അപ്പൊ എല്ലാരും ശോകമായിട്ട് വന്ന് പറഞ്ഞ ഇതേപോലെ ഇങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ എല്ലാരും സ്പ്ലിറ്റ് ആയി പോവും. ലൈക്ക് നമുക്കിത് തിരിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞതിന്റെ ഇതുള്ളതാണ് ഈ പറഞ്ഞ ഞാൻ വരെ നിർത്തി പോവാന്നുള്ളൊരു ടൈപ്പിലായിരുന്നു എന്റെ മൈൻഡ്. ഓക്കെ, പിന്നെ ലൈക്ക് ആലോചിച്ച് നോക്കിയപ്പോ എല്ലാരും ഇച്ചിരി നമുക്കിത് തിരിച്ച് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്യാങ് ഇന്ന് കുറച്ചുപേര് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല ആരൊക്കെ പോയിട്ടുണ്ടെന്ന്. ഇപ്പൊ ഈ ഒരു ടൈമില് നമ്മളെ ഗ്യാങ്ങിൽ കുറച്ചുപേര് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് അപ്ഡേറ്റ് ഇപ്പം കറന്റ്ലി ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ ഇപ്പൊ കറന്റ്ലി ഞാനാണ് നോക്കുന്നത്. അണ്ണൻ എന്തായാലും ഇപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞ് അണ്ണൻ എന്തായാലും ആർപിയിലോട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഡയോസിന്റെ ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും റിക്രൂട്ട്മെന്റ് പുതിയതായിട്ട് എടുക്കുന്നതും ഗ്യാങ് അങ്ങോട്ട് കൊണ്ടുപോകുന്നതും ഞാനായിരിക്കും കുറച്ച് ദിവസങ്ങൾ വരെ. മനസ്സിലായി. ഇപ്പോൾ ആസ് എ കോ ലീഡർ എന്നുള്ള രീതിയിൽ ഞാനായിരിക്കും ഗ്യാങ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഗ്യാങ് ഹൗസിന്റെ അപ്ഡേറ്റ് എല്ലാം ഞാൻ തരാം ഗൈസ്. നമ്മളിപ്പോ വന്നതല്ലേ ഉള്ളൂ. മൊത്തത്തിന്റെ വണ്ടിയുടെ അപ്ഡേറ്റ് എല്ലാത്തിന്റെ അപ്ഡേറ്റ് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ കറന്റ് കളിക്കുന്ന 2 സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെർവറിന്റെ കേസ് വരും. ഓക്കെ, സരക്കണ്ണെ കൊണ്ടുവരണം. യെസ് ഗൈസ്, കൊണ്ടുവരാം. മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട്. ആള് മാക്സിമം കൊണ്ടുവരാം. നമ്മൾ ഇതിന്ന് നമ്മളെ ഒരു രീതിയിൽ കൊണ്ടുപോകണം. ഓക്കെ, ആരാ ഇറങ്ങിയ? ഓക്കെ, ഇറങ്ങിയവര് ഞാൻ പറഞ്ഞുതരാം. സ്പീഡ് ഓൾറെഡി അറിയാലോ, നിങ്ങൾ ലൈവില് പറഞ്ഞല്ലോ. അവൻ ഇനി തൊട്ട് ആർപിയില് ഡയോസിന്റെ ലൈക്ക് ഒരു പാർട്ടല്ല. ആർപി കളിക്കുന്നില്ല എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഡയോസിന്റെ പാർട്ടല്ല അവൻ. പുറത്ത് കമ്പനിയും കാര്യങ്ങളുണ്ട്. ആർപിക്കകത്ത് ഡയോസുമായിട്ട് അവൻ ഇതല്ല. പിന്നെ മാർവല് ഉണ്ടല്ലോ, അവനും ലൈക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇറ്റാച്ചിയും കാണത്തില്ല. ഓക്കെ, ഇറ്റാച്ചിയും അവനും കുറച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ആനിമേഷനാണ് പഠിക്കുന്നത്. അപ്പൊ അതായിട്ട് പിന്നെ നിക്ക് ഇനാക്റ്റീവ് ആണ്. ബട്ട് അവൻ വരും. നിക്ക് ബാംഗ്ലൂരിൽ ആനിമേഷൻ പഠിക്കാൻ വേണ്ടി പോയിരിക്കുവാണ്. അപ്പൊ അവൻ ഹോസ്റ്റലിൽ PGയിലൊക്കെ നിൽക്കുവാണ്. അപ്പൊ അവൻ PC ആണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അവന് PC ഒന്നും കൊണ്ടുപോയില്ല അങ്ങോട്ട്. PGയിലായോണ്ട് അറിയാലോ, സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ പുതിയൊരു ലാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ലാപ്പ് അവൻ എടുത്ത ഉടനെ അവൻ ആക്റ്റീവ് ആവുന്നതാണ്. അതുവരെ എന്തായാലും നിക്ക് കാണത്തില്ല. സോ ബാക്ക് ടു എക്സ്ലാൻഡിസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അപ്ഡേറ്റ്. നമ്മളിപ്പോ ഇനി കളിക്കാൻ പോകുന്ന സർവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡിമനും ഒന്ന് നമ്മുടെ KKPP ആണ് നമ്മൾ കളിക്കാൻ പോകുന്ന സെർവർ. മനസ്സിലാ? ഈ 2 സെർവർ ആയിരിക്കും നമ്മൾ ഇനി തൊട്ട് കളിക്കുന്നത്. ഇനി തൊട്ട് കളിക്കാൻ പോകുന്നത്. ഓക്കെ, ഇറ്റാച്ചി എന്ന് പറഞ്ഞ എല്ലാരും ശോകം ആവണ്ട കേസ്. അവൻ ഒരു സമയമാകുമ്പോ വരുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ കറന്റ്ലി അവൻ ഇപ്പൊ മൊത്തത്തിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. കാരണം അവന് ഗെയിമിങ്ങിന്റെ ഇതില് കുറെ ഇരിക്കുമ്പോ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും ഉറക്കത്തിന്റെ സെറ്റിൽ മാറിയിട്ട് അവനിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ കോളേജിലോട്ടാണ് അവനിപ്പോ കയറിയത് തന്നെ. മനസ്സിലായ? അപ്പൊ ഇതും അവൻ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഞാൻ അറ്റൻഡൻസ് ഇല്ലാതെ ഇത് ഡ്രോപ്പ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ ലൈക്ക് ഒരു ഫ്യൂച്ചറിന്റെ ഇതല്ലേ കേസ്. അപ്പൊ നമ്മള് എത്രയെന്ന് പറഞ്ഞ ഗെയിമിന്റെ അകത്ത് ഇതിരിക്കാൻ പറ്റും. കാരണം അവൻ ഇതിന്റെ അകത്തിരുന്ന് ഞാൻ ഓവർ ടൈം ഇരിക്കും. മനസ്സിലായി? അപ്പൊ അങ്ങനെ അവൻ മൊത്തത്തിൽ അങ്ങനെ ഇതായിട്ട് നിർത്തിയതാ.
എക്സ്ലാൻഡിസ് കയറുന്നില്ലെന്ന് വെച്ചാൽ എക്സ്ലാൻഡിസിൽ കറന്റ് ഞാൻ നോക്കി. ബട്ട് ലൈക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരും എന്നുള്ളൊരു ഇതുണ്ട് നമ്മളെ സൈഡിൽ നിന്ന്. അല്ല, ലൈക്ക് നമ്മള് മൊത്തത്തിൽ ഒരു ഗ്യാങ് ആയിട്ട് അപ്പുറത്ത് പോകുമ്പോഴേ അപ്പൊ അണ്ണനായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ അത് പിന്നെ വീണ്ടും വേഴ്സ്റ്റ് ആവും, മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ലൈക്ക് പോകുന്നില്ല ഗൈസ്, മനസ്സിലായോ? അതുകൊണ്ടാണ് സംഭവം. എന്ന് വെച്ചാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്ത് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോകും. ചിലപ്പോ എന്തെങ്കിലും ചെറിയ ചെറിയ നമ്മൾ മാക്സിമം ഞാൻ പറഞ്ഞു. ബട്ട് ലൈക്ക് എന്തെങ്കിലും വന്ന് അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ വീണ്ടും പഴയതുപോലെ ആവും. എനിക്ക് വയ്യ സീരിയസ്ലി പറഞ്ഞാൽ അങ്ങനെ ആവാൻ. ആഹ് അതാണ് ലൈക്ക് നമുക്ക് നോക്കാം ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഇപ്പൊ നമ്മൾ പോകുന്ന റൂട്ടിൽ നമ്മൾ ലൈക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ മനസ്സിലാവുകയാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് എന്തായാലും സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നോക്കാം. ബട്ട് കറന്റ്ലി ഇപ്പൊ നമ്മൾ കളിക്കുന്നത് ഈ രണ്ട് സെർവർ ആയിരിക്കും കറന്റ്ലി നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ, അതല്ലേ നല്ലത്. കുറച്ച് ദിവസമൊക്കെ അങ്ങനെ പോയിട്ട് നമുക്ക് നോക്കാം എന്തായാലും. ബെല്ലാരി ഉണ്ടോ? ഇപ്പൊ ഉണ്ട്, ബെല്ലാരി ഉണ്ട് ഗൈസ്. ബെല്ലാരിയിൽ ഞാൻ അന്നത്തെ സിറ്റുവേഷൻ കാരണം ഞാൻ ബെല്ലാരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ കൂട്ടത്തിലുള്ള ലൈവ് ഒക്കെ ഇടുന്ന കുറച്ച് 4-5 പിള്ളേരുണ്ട്. അപ്പൊ അവരെ ഞാൻ ബെല്ലാരി കേട്ടിട്ടുണ്ട്. അപ്പൊ കറന്റ്ലി അവര് ബെല്ലാരിയിൽ ഇപ്പൊ കളിക്കും, മനസ്സിലായോ? ഓക്കെ അല്ലേ? അതല്ലേ നല്ലത്. അതാകുമ്പോ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല, നമ്മള് ഹാപ്പി ആയിട്ട് രണ്ട് സെർവറിൽ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇപ്പൊ നമ്മള് വേറെ ഗെയിംസ് ഒക്കെ അവരായിട്ട് ഒരുമിച്ച് കളിക്കുക, അങ്ങനെയൊക്കെ ഇരിക്കുമല്ലേ. ഇപ്പൊ കറക്റ്റ് ഇങ്ങനെ പോട്ട്, മനസ്സിലായോ? കുറെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തീരുമ്പോ നമ്മള് എക്സലൻസിലോട്ട് വരാം. അതുവരെ നമ്മളെ ഗ്യാങ് ഒന്ന് മൊത്തത്തിലൊന്ന് ഫോം ആവട്ടെ ഗൈസ്. ഓക്കെ, ഇപ്പൊ ചിലപ്പോ എനിക്ക് അറിഞ്ഞൂടാ പുതിയ സെർവറിൽ വരുമ്പോ എന്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പൊ ഡിമനില് കുറെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഡിമനിൽ നമ്മൾ പോകാൻ പറ്റാത്ത. അവിടെ പിന്നെ സെർവർ എന്തോ ഡൗണും കാര്യങ്ങളൊക്കെയാണ്. പുതിയ പുതിയ എന്തൊക്കെ വലിയ അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ട് സെർവറിൽ. പിന്നെ നമ്മൾ KKPP ഓൾറെഡി നമ്മൾ ഡയോസ് നിർത്തണ മുമ്പേ നമ്മളവിടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. KKPP ഇതുവരെ കയറിയിട്ടില്ല. നമ്മൾ അവിടുത്തെ അഡ്മിൻസിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു മെജോറിറ്റി ഒരു അപ്ഡേറ്റ് വരാം. അവർ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്ത്, പിന്നെ അവിടെ തന്നെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ സർവേഴ്സിന്റെ ഡീലൂസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അവർ ഫിക്സ് ചെയ്തിട്ട് മൊത്തത്തിൽ അവരെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ട് ഓടുന്നുണ്ട്. നമ്മളും ഇടയ്ക്ക് കയറിയിട്ട് സെർവറിൽ PD ആയിട്ടൊക്കെ കയറി കളിക്കുകയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അഡ്മിൻ സപ്പോർട്ടൊക്കെ കിടില്ല, ഒന്നും പറയല്ല. എല്ലാ കാര്യങ്ങളും കിടിലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫുള്ളി പഴയ ഒരു വൈബ് ഗൈസ്. സത്യം പറഞ്ഞാൽ TKRP ആ ഒരു വൈബ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിസത്തിൽ പുതിയ മെക്കാനിസം പോലെ നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് എപ്പോഴും യൂസ് അങ്ങനത്തെ ഒരു മെക്കാനിസമാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളാണ്. അപ്പൊ ഗൈസ് നമുക്ക് നേരെ സിറ്റി കയറാം. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, നമുക്ക് 10 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. കാരണം നമ്മളിവിടെ ഗ്യാങ് ഫോം ആവുന്ന ഡേ ആണ്, മനസ്സിലാ. അപ്പം നമ്മൾ ഇതാണ്. പിന്നെ അത് മാത്രമല്ല ഗൈസ്, മെജോറിറ്റി നമ്മളിപ്പോ കുറെ പേര് റിക്രൂട്ട്മെന്റ് ആയിട്ട് ഇപ്പൊ ഈ ഗ്യാങ് മൊത്തത്തില് അണ്ണാ പപ്പടവും കാണത്തില്ല കേട്ടോ. അവനും ഒരു ബ്രേക്ക് എടുത്തേക്കണെന്നാണ് പറഞ്ഞേക്കണേ. എനിക്ക് അറിഞ്ഞൂടാ. അവൻ മാസം എന്നൊക്കെ ഇറങ്ങി. പപ്പടത്തിന്റെ കാര്യത്തിലും ഒരു ഡൗട്ടാണ്. അവന്റെ കാര്യം പറയാൻ മറന്നുപോയി. അവനും ഒരു ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് ആണ്, ഇനി ഗെയിം കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവൻ. RP നിർത്തി എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. പപ്പടമുണ്ട്. അപ്പൊ മൊത്തം നമ്മളെ ഗ്യാങ്ങിൽ നിന്ന് 4 പേരാണ് ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്. ഇനാക്റ്റീവ് ആയിട്ട് മൊത്തത്തിൽ ഇറങ്ങിപ്പോയത് മാർവലും സ്പീഡുമാണ്. പിന്നെ ഇറ്റാച്ചിയും, മനസ്സിലായി. അപ്പൊ അടുത്ത കാര്യമായതുകൊണ്ട് അവൻ ഇനി ഇല്ലാന്നാണ് പറഞ്ഞത്, മനസ്സിലായി. മൊത്തത്തിൽ ഇല്ലാന്നാണ് പറഞ്ഞത്. പിന്നെ പപ്പടം പിന്നെ ബ്രേക്ക് പോലെയാണ് എടുത്തേക്കണേ. ചിലപ്പം വരാം, ചിലപ്പം, മനസ്സിലായി. ഇതാണ് അങ്ങനെയാണ് കാര്യങ്ങൾ. സ്ട്രില്ലിനെ കൊണ്ടുവരാണ്. സ്ട്രില്ലടാ, അവൻ മൊത്തത്തിൽ എക്സാം അല്ല, അവന് പുതിയ ജോലി അവൻ ട്രൈ ചെയ്തിട്ട് അവൻ അവിടെ കിട്ടി, മനസ്സിലായ. അപ്പൊ അവനെ മൊത്തത്തിൽ കാണാൻ പോലും ഇല്ല ഇപ്പൊ VC-ല്. മാർവലിന് എന്ത് പറ്റിയാണ് അത് എനിക്ക് അറിയത്തില്ലടാ. മാർവലിന് എന്ത് പറ്റിയാണ്? അവൻ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഗ്യാങ് ഇറങ്ങുവാണ്, ബാഡൊന്നും അടിക്കല് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എന്റെ പ്രോപ്പർ റീസൺ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അവൻ. അപ്പൊ പിന്നെ ഓരോ ഡിസിഷൻസ് എടുക്കുക. നമ്മളിപ്പോ നമ്മളെ ഗ്യാങ്ങിലുള്ളവരെ തന്നെ, മനസ്സിലായി, അങ്ങനെ എടുക്കാനുള്ള ഒരു ഡിസിഷൻ ഉണ്ടല്ലോ. കാരണം എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിക്കാനും പോയിട്ടില്ല, എന്താ റീസണിൽ ഇറങ്ങിയെന്ന് ചോദിക്കാനും പോയിട്ടില്ല. അപ്പം ഇതൊക്കെ ഇറങ്ങി. ചിലപ്പോ വേറെ ഗ്യാങ്സ് കളിക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. കളിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, കളിക്കുമായിരിക്കും. കുഴപ്പമില്ല, സീനില്ല. ജോജി ബ്രോ, വെൽക്കം ഗൈസ്. എല്ലാവർക്കും വെൽക്കം കേട്ടോ. ഞാൻ കാര്യങ്ങൾ പറയണോണ്ടാണ് എല്ലാവരും വെൽക്കം ചെയ്യാത്ത. സോ എല്ലാവർക്കും വെൽക്കം.
ആ, എന്നാ എല്ലാരും ആക്റ്റീവ് ആവാൻ പറയൂ. പറയാം അവരടുത്ത് പറയാം. ഇവര് കുറച്ച് ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേസിന്റെ ഇടയിൽ തന്നെ. ഇവര് കുറച്ച് ഇനാക്റ്റീവ് ഒക്കെ ആയിട്ട്